അച്ഛാ, വലിയ കുടുംബങ്ങളെ വിമർശിച്ചും മാതൃത്വത്തെ ഇകഴ്ത്തിക്കാട്ടിയും ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻറ്റുകളും നിരക്കുകയുണ്ടായി. അപ്പം അതിനെ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് നോക്കിക്കാണുന്നത്? സിറോ മലബാർ സഭയ്ക്ക് ബിഗ് ഫാമിലി കോൺസെപ്റ്റ് വേണോ വേണ്ടയോ? അത് എന്താണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട്? ഒന്ന് വ്യക്തമാക്കാവോ? തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും മാതൃത്വത്തെ ബഹുമാനിക്കുകയും കുടുംബങ്ങളുടെ സുസ്ഥിതിയും കുടുംബങ്ങളിൽ ധാരാളം അംഗങ്ങളുണ്ടാവുകയും ചെയ്തതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ്. വലിയ കുടുംബങ്ങൾ എന്നതിനേക്കാൾ ഉപരി ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ ഒരു ചൈതന്യം എന്ന് പറയുന്നത്. ഒരു അമ്മയ്ക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടാകുന്ന അത്രയും ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് നമ്മുടെ ഈ സമുദായം കരുതുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ സ്വാർത്ഥത മൂലം ഈ കാലഘട്ടത്തിൽ പലരും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും അല്ലെങ്കിൽ പല ദമ്പതികളും വളരെ മാതൃകാപരമായിട്ട് തങ്ങൾക്ക് ദൈവം തരുന്ന ദാനമാണ് ഈ കുഞ്ഞുങ്ങളെന്ന ബോധ്യത്തോടെ, ഉറച്ച ബോധ്യത്തോടെ എത്ര കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത് കാണുന്നത് വളരെ ആശാവഹമാണ്, വളരെ പ്രതീക്ഷാജനകമാണ്. കാരണം ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ സമുദായ അംഗങ്ങളുടെ അംഗസംഖ്യയിൽ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇപ്പോൾ കത്തോലിക്ക സമുദായത്തിൽ വളരെയേറെ ശോഷണം സംഭവിക്കുന്നുണ്ട്. കാരണം അവിടെ കുഞ്ഞുങ്ങൾ കുറവാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഞാൻ തന്നെ പറയുകയുണ്ടായി. ചിലരൊക്കെ അതിനെ അവഹേളിക്കുന്നതായിട്ടും കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഓരോ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഞങ്ങൾ 7 കുട്ടികളായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ 4 ആണും 3 പെണ്ണുമായിരുന്നു ഞങ്ങൾ. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ 7 പേരെ സ്വീകരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ലോകത്തിലുള്ളത്. മാതൃത്വത്തെ ചിലരൊക്കെ വളരെ ഇകഴ്ത്തി എഴുതുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാനും ശ്രദ്ധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് 10 കുട്ടികളുള്ള 9 കുട്ടികളുണ്ടായി. ഒരു കുഞ്ഞും കൂടെ ജനിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം കഴിഞ്ഞ ഇടയ്ക്ക് ഷക്കൈന തന്നെ ന്യൂസ് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനെതിരെ ചില കുൽസിത ബുദ്ധികൾ വളരെ അവരുടെ സൈറ്റിൻ്റെ പേരിനോട് ചേർന്ന തലത്തിൽ ഉള്ള വളരെ മോശമായ കമൻറ്റുകൾ എഴുതുന്നുണ്ട്. അവർക്കൊക്കെ ഈ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടില്ലാത്തതിൻ്റെയാണ്. ദൈവം എപ്പോഴും മനുഷ്യ വ്യക്തികളെ നൽകുന്നത്, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണല്ലോ, ഈ മനുഷ്യകുലത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവം നൽകുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ എത്ര കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ആര് പരിശ്രമിച്ചാലും ഇതുവരെ അത് പൂർണ്ണമായ വിജയമൊന്നും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ ഇടപെടലുമാണ് ഓരോ മനുഷ്യജീവനും എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും, അംഗീകരിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ അത്ര കഴിവുള്ളവർ കൃത്രിമമായിട്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നോക്കിയിട്ട് എന്തേ സാധിക്കാത്തത്? ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യജീവനും ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല. അപ്പോൾ ദൈവം എന്തുമാത്രം മനുഷ്യജീവനെ നമുക്ക് ഒരു കുടുംബത്തിൽ തരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് സ്വീകരിക്കാൻ മനുഷ്യന് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റെ പരിണിത ഫലവും മനുഷ്യൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഈ അനുഗ്രഹം വേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് നിരാകരിക്കാം. അതുകൊണ്ട് മാതൃത്വത്തെ ഇകഴ്ത്തുന്നതൊക്കെ ഒരമ്മയിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിനും ചേർന്നതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജന്മത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. ഒരമ്മ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഈ ലോകത്തിൽ അസ്തിത്വത്തിൽ ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ആ അമ്മയുടെ ജീവിതത്തിലെ ത്യാഗവും കഷ്ടപ്പാടുകളും ഈ മകന് വേണ്ടി മകൾക്ക് വേണ്ടി സമർപ്പിച്ചത് കൊണ്ടാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ ജനിച്ചു വീണതും വളർന്ന് വലുതായതും. വളർന്ന് വലുതായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്നത് വളരെ ലജ്ജാവഹം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.